ആര്യൻ, വിഷ്ണു ഐസിയുവിലാണ്. അവൻ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്നാ വക്കീല് പറയുന്നത്. ഋഷി സ്വരം താഴ്ത്തി പറഞ്ഞു. ഷെറിനും അഞ്ജലിയും റിയയും താരയും ഭയത്തോടെ അവരെ നോക്കി. എന്താ സാറേ, വിഷ്ണുവിന് എന്തു പറ്റി? ഷെറിൻ ചോദിച്ചു. ആര്യൻ ദീർഘമായി ശ്വാസമെടുത്തു. അവൻ ജയിലിൽ വെച്ച് സ്വയം ഉപദ്രവിക്കാൻ നോക്കി. ഷെറിൻ, അവസ്ഥ മോശമാണ്. നമ്മൾ അങ്ങോട്ട് പോകണോ ആര്യൻ? ഋഷി ചോദിച്ചു. വേണം. അവൻ മരിച്ചാൽ അത് നമ്മുടെ മേൽ ഒരു പാപമായി അവശേഷിക്കും. എനിക്ക് അവനോട് പകയുണ്ട്. പക്ഷെ മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഞ്ജലിയും റിയയും ഷെറിനെ ചേർത്ത് പിടിച്ചു. ഷെറിൻ, നീ പേടിക്കേണ്ട, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്. അവരവളെ ആശ്വസിപ്പിച്ചു. ആര്യനും ഋഷിയും ഉടനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരിച്ചു. അവിടെ ഐസിയുവിന് മുന്നിൽ വിഷ്ണുവിന്റെ വക്കീല് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രൊഫസറെ, അവൻ ബോധം അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ പേരാണ് വിളിച്ചത്. അവന് നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു, വക്കീല് പറഞ്ഞു. ആര്യൻ പതുക്കെ ഐസിയുവിനുള്ളിലേക്ക് കയറി. അവിടെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന വിഷ്ണുവിനെ കണ്ട ആര്യന്റെ ഉള്ളിലൊരു നടുക്കമുണ്ടായി. പണ്ട് തന്റെ ഉറ്റ സുഹൃത്തായിരുന്നവന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ആ പഴയ ഓർമ്മകൾ അവനെ വേദനിപ്പിച്ചു. ആര്യൻ അവന്റെ അടുത്ത് ചെന്ന് കൈകളിൽ തൊട്ടു. വിഷ്ണു പതുക്കെ കണ്ണു തുറന്നു. അവന്റെ കണ്ണുകളിൽ പഴയ ആ പകയില്ലായിരുന്നു, പകരം കുറ്റബോധം മാത്രം. ആര്യൻ, എന്നോട് ക്ഷമിക്ക്. വിഷ്ണുവിന്റെ ശബ്ദം വളരെ നേർത്തതായിരുന്നു. മീരയെ ഞാൻ കൊന്നതല്ല, പക്ഷെ അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ വാശിയായിരുന്നു. താരയെയും ഷെറിനെയും ഞാൻ വെറുതെ ചീത്തപ്പേര് കേൾപ്പിച്ചു. വിഷ്ണു ആര്യന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആ മെമ്മറി കാർഡിൽ കണ്ടതൊന്നുമല്ല സത്യം. ഞാൻ എഡിറ്റ് ചെയ്തതായിരുന്നു എല്ലാം. നീ ഷെറിനെ സ്നേഹിക്കണം. അവൾ പാവമാണ്. വിഷ്ണുവിന്റെ ഹൃദയമിടിപ്പ് കുറയാൻ തുടങ്ങി. മെഷീനുകൾ ശബ്ദമുണ്ടാക്കി. ഡോക്ടർമാർ ഓടി വന്നു. ആര്യനെ പുറത്തേക്ക് മാറ്റി. കുറച്ചു സമയത്തിന് ശേഷം ഡോക്ടർ പുറത്തു വന്നു. സോറി, ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആര്യൻ തകർന്നുപോയി. വിഷ്ണു മരിച്ചു. ഒരു കാലത്ത് സുഹൃത്തായിരുന്നവൻ, പിന്നീട് ശത്രുവായി മാറിയവൻ, ഒടുവിൽ കുറ്റബോധത്തോടെ ലോകം വെടിഞ്ഞു. തിരികെ തറവാട്ടിലെത്തി ആര്യൻ ഷെറിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൻ പോയി ഷെറിൻ, എല്ലാം അവസാനിച്ചു. സൗഹൃദത്തിന്റെ ഒരു അധ്യായം കൂടി അവിടെ അവസാനിച്ചു. പക്ഷെ വിഷ്ണുവിന്റെ മരണം ഒരു പുതിയ സത്യം കൂടി പുറത്തു കൊണ്ടുവന്നു. വിഷ്ണുവിന്റെ വക്കീൽ ഒരു കവർ കൂടി ആര്യന് നൽകി. ഇത് വിഷ്ണു മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നതാണ്. ഇത് ആര്യൻ പ്രൊഫസറെ ഏൽപ്പിക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു. ആ കവർ തുറന്ന ആര്യൻ ഞെട്ടിപ്പോയി. അതിൽ മീരയുടെ ഒരു കത്തുണ്ടായിരുന്നു. ആ കത്തിൽ മീര തന്റെ മരണത്തിന് മുമ്പ് എഴുതിയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ ആര്യന്റെയും ഷെറിന്റെയും കണ്ണുകൾ നിറഞ്ഞു. ആര്യൻ പതുക്കെ ആ കത്ത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ആര്യൻ പ്രൊഫസർക്ക്, ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ഈ ലോകത്തുണ്ടാവില്ലായിരിക്കാം. എന്നെ ഒരു വഞ്ചകിയായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് എന്നെനിക്കറിയാം. പക്ഷേ ഒരു സത്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ നിങ്ങളെ ചതിച്ചിട്ടില്ല ആര്യൻ. വിഷ്ണു എന്നെ നിർബന്ധിച്ചത് നിങ്ങളുടെ തറവാട് തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു. വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് നിങ്ങളോട് പഴയകാലത്തെ ഒരു പകയുണ്ടായിരുന്നു. നിങ്ങളെ കൊല്ലാൻ അവർ പ്ലാൻ ചെയ്തിരുന്നു. അത് തടയാൻ വേണ്ടിയാണ് ഞാൻ വിഷ്ണുവിനോടൊപ്പം നിൽക്കുന്നതായി അഭിനയിച്ചത്. നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് മറ്റൊന്നും നേടാനില്ലായിരുന്നു. പിന്നെ താരയും ഷെറിനും അവർ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ച് ആര്യൻ സാറിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. ഞാൻ സാറിനെ ചതിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവർ എന്നോട് വഴക്കിട്ടത്. സത്യത്തിൽ അവർ സാറിന്റെ ഏറ്റവും വലിയ കാവൽക്കാരായിരുന്നു. ഈ ലോകം വിട്ടു പോകുമ്പോൾ എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. ആര്യൻ സാർ ഷെറിനെ സ്നേഹിക്കണം. അവൾ സാറിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവളാണ്. വിഷ്ണുവിനെ ക്ഷമിക്കണം. അവൻ സ്നേഹക്കൂടുതൽ കൊണ്ട് വഴിതെറ്റിപ്പോയതാണ് എന്ന് നിങ്ങളുടെ മീര. കത്ത് വായിച്ചു തീർന്നപ്പോൾ ആര്യൻ തളർന്ന കസേരയിലേക്കിരുന്നു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. താൻ ശിക്ഷിച്ച 3 പെൺകുട്ടികളും സത്യത്തിൽ തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചവരായിരുന്നു. ഷെറിൻ, എന്നോട് ക്ഷമിക്കേ. ആര്യൻ ഷെറിന്റെ കൈകളിൽ പിടിച്ചു കരഞ്ഞു. ഞാൻ നിങ്ങളെ മൃഗങ്ങളെ പോലെ ഉപദ്രവിച്ചു. നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും സഹിച്ചപ്പോൾ ഞാൻ പകയോടെ നിങ്ങളെ വേട്ടയാടി. ഷെറിൻ ആര്യനെ കെട്ടിപ്പിടിച്ചു. സാരമില്ല സാറേ, ആ സത്യം ഇപ്പോഴെങ്കിലും പുറത്തു വന്നല്ലോ. മീരയുടെ ആഗ്രഹം പോലെ നമ്മൾ ഇനി സന്തോഷമായി ജീവിക്കും. അഞ്ജലിയും റിയയും താരയും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. തങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഒരു അർത്ഥമുണ്ടായതുപോലെ അവർക്ക് തോന്നി. ഇനി നമുക്ക് പഴയ കാര്യങ്ങൾ ഓർക്കണ്ട. ഋഷി ആര്യന്റെ തോളിൽ കൈവച്ചു. വിഷ്ണുവിന്റെ മരണം ഒരു തിരിച്ചറിവായിരുന്നു. ഇനി നമ്മുടെ മുന്നിൽ ഒരു പുതിയ ജീവിതമുണ്ട്. ആര്യന്റെയും ഷെറിന്റെയും വിവാഹം ഗംഭീരമായി തന്നെ നടത്തണം. അഞ്ജലിയും റിയയും ആവേശത്തോടെ മുന്നോട്ട് വന്നു. അതെ, ഇനി ആഘോഷങ്ങളുടെ സമയമാണ്. വിവാഹത്തിന് ഞങ്ങൾ ഡ്രസ്സും മേക്കപ്പും ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. റിയ ആര്യനെ നോക്കി കണ്ണിറുക്കി. സർ, ഇനി പഴയ ഗൗരവമൊന്നും വേണ്ട കേട്ടോ. ഇനി ഷെറിന്റെ പ്രിയപ്പെട്ടവനായി മാത്രം ഇരുന്നാ മതി. തറവാട്ടിൽ വീണ്ടും പ്രകാശം പരന്നു. മീരയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചതുപോലെ അന്തരീക്ഷം ശാന്തമായി. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം നടക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ ആര്യനും ഷെറിനും കൂടി മീരയുടെ കല്ലറയിൽ പോയി പൂക്കൾ അർപ്പിച്ചു. അവിടെ വെച്ച് ആര്യൻ ഷെറിന് ഒരു വാക്ക് നൽകി. നിന്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നിറയാൻ ഞാൻ അനുവദിക്കില്ല ഷെറിൻ. തറവാട് ഇപ്പോൾ ശരിക്കും ഒരു ഉത്സവ പ്രതീതിയിലാണ്. അഞ്ജലിയും റിയയും താരയും അവിടെ തന്നെ താമസം തുടങ്ങി. ഷെറിന് ഒരു നിമിഷം പോലും അവർ തനിച്ചിരുത്തിയിരുന്നില്ല. ചിരിയും തമാശകളും പാട്ടുമായി ആ വീടുണർന്നു. ആര്യൻ, നീ ലിസ്റ്റ് ഒന്ന് നോക്കിയേ. ഋഷി ഒരു വലിയ പേപ്പറുമായി വന്നു. 100 പേർക്കുള്ള സദ്യ, ഡെക്കറേഷൻ, പിന്നെ നിന്റെ ഷെറിന്റെയും വെഡിങ് ഷൂട്ട്. വെഡിങ് ഷൂട്ടോ? അതൊക്കെ വേണോടാ? ആര്യൻ നെറ്റിച്ചുളിച്ചു. പിന്നല്ലാതെ.
സാറിന്റെ ആ പഴയ പരുക്കൻ ലുക്ക് മാറ്റി കുറച്ച് റൊമാൻറ്റിക് പോസുകൾ വേണം. അഞ്ജലി ഇടയിൽ കയറി പറഞ്ഞു. റിയയും ഞാനും ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ പഴയ പുഴക്കടവ് തന്നെ മതി. ആര്യൻ ഷെറിനെ നോക്കി. അവൾ നാണത്തോടെ സമ്മതം മൂളി. ആ പുഴക്കടവിൽ വെച്ചാണ് പണ്ട് ആര്യൻ അവളെ ക്രൂരമായി ശകാരിച്ചത്. ഇന്ന് അവിടെ വെച്ച് തന്നെ അവരുടെ പ്രണയ ചിത്രങ്ങൾ പകർത്തുമ്പോൾ അതൊരു മധുര പ്രതികാരമാകുമെന്ന് അവർ കരുതി. വൈകുന്നേരം എല്ലാവരും കൂടി പുഴക്കടവിലേക്ക് പോയി. ആര്യൻ കസവുമുണ്ടും ജുബ്ബയുമാണ് ധരിച്ചത്. ഷെറിൻ കേരള സെറ്റുമുണ്ടും ഉടുത്തു. മുല്ലപ്പൂ ചൂടി. സർ, ഷെറിന്റെ കൈകളിൽ പിടിക്കൂ, കണ്ണുകളിലേക്ക് നോക്കൂ. ഫോട്ടോഗ്രാഫറായ ഋഷി നിർദ്ദേശങ്ങൾ നൽകി. ആര്യൻ പതുക്കെ ഷെറിന്റെ കൈകൾ കോർത്തു പിടിച്ചു. അവളുടെ കണ്ണുകളിൽ പ്രണയം തുളുമ്പുന്നുണ്ടായിരുന്നു. ആര്യൻ അവളുടെ കാതോരം മന്ത്രിച്ചു. ഷെറിൻ, നീ ശരിക്കൊരു മാലാഖയെ പോലെയുണ്ട്. ഷെറിന്റെ മുഖം ചുവന്നു തുടുത്തു. അപ്പുറത്തുനിന്ന് അഞ്ജലിയും റിയയും വിസിലടിച്ചവരെ കളിയാക്കി. താര ഋഷിയുടെ അടുത്തു നിന്നും ഈ കാഴ്ചകൾ ആസ്വദിച്ചു. ഋഷിയേട്ടാ നോക്ക്, ആര്യൻ സാർ അത്ര മാറിയല്ലേ? താര ചോദിച്ചു. സ്നേഹം ആരെയും മാറ്റും താരെ. നമ്മൾ ഇതുപോലെ ഒരു ദിവസം പുഴക്കടവിൽ നിൽക്കും. ഋഷി അവളുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. ഷൂട്ട് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ആര്യന്റെ അമ്മ ഉമ്മറത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. അവർ ഷെറിനെ അടുത്ത് വിളിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന പഴയ സ്വർണ്ണവളകൾ അവൾക്ക് നൽകി. ഇത് ഈ തറവാട്ടിലെ മരുമകൾക്ക് കൈമാറി വന്നതാണ് മോളെ. നിനക്ക് ഇത് അണിയാൻ എല്ലാ യോഗ്യതയുമുണ്ട്. അമ്മയുടെ വാക്കുകൾ ഷെറിന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. രാത്രിയിൽ എല്ലാവരും മുറ്റത്തൊത്തുകൂടി. അഞ്ജലിയും റിയയും ഒരു പഴയ പാട്ട് പാടി നൃത്തം ചെയ്തു. ആര്യൻ ആദ്യമായി എല്ലാവരുടെയും കൂടെ ഇരുന്ന് കൈകൊട്ടിപ്പാടി. പകയുടെ കനലുകൾ പൂർണ്ണമായും അണഞ്ഞു. അവിടെ സ്നേഹത്തിന്റെ വസന്തം വിരിഞ്ഞു. എന്നാൽ ആ സന്തോഷത്തിനിടയിൽ ആര്യന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത കോൾ വന്നു. അത് വിഷ്ണുവിന്റെ വക്കീലായിരുന്നു. പ്രൊഫസറെ, വിഷ്ണുവിന്റെ ഒരു വിൽപത്രം എന്റെ കയ്യിലുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും. നാളെ രാവിലെ ഓഫീസിലേക്കൊന്ന് വരാമോ? വക്കീൽ ഗൗരവത്തോടെ ഒരു ഫയൽ മേശപ്പുറത്ത് വെച്ചു. ആര്യൻ വിറക്കുന്ന കൈകളോടെ അത് വാങ്ങി. പ്രൊഫസറെ, വിഷ്ണു മരിക്കുന്നതിന് മുമ്പ് എഴുതിയതാണിത്. അവൻ ചെയ്ത തെറ്റുകൾക്കൊരു പ്രായശ്ചിത്തം ചെയ്യാൻ അവൻ ആഗ്രഹിച്ചിരുന്നു, വക്കീൽ പറഞ്ഞു. ആര്യൻ വിൽപത്രം വായിച്ചു തുടങ്ങി. അതിലെഴുതിയിരുന്നത് കേട്ട് ഋഷിയും ആര്യനും ഒരുപോലെ ഞെട്ടിപ്പോയി. എന്റെ പേരിലുള്ള സിറ്റിയിലെ ആ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സും മീരയുടെ പേരിൽ ഞാൻ വാങ്ങിയ 10 സെന്റ് സ്ഥലവും ഇനി മുതൽ ഷെറിന്റെയും താരയുടെയും പേരിലായിരിക്കും. അവർക്ക് ഞാൻ വരുത്തിവെച്ച ചീത്തപ്പേരിനും വേദനകൾക്കും പകരമായി ഇതൊന്നും ആകില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ആര്യന്റെ കൂടെ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ ഷെറിന് ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരരുത്. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. ആര്യന്റെ കണ്ണുകൾ നിറഞ്ഞു. വിഷ്ണു ശരിക്കും പശ്ചാത്തപിച്ചിരിക്കുന്നു. അവൻ ഷെറിനെയും താരയെയും സാമ്പത്തികമായി സുരക്ഷിതരാക്കിക്കൊണ്ടാണ് കടന്നുപോയത്. ആര്യൻ, ഋഷി പതുക്കെ പറഞ്ഞു. അവനെല്ലാം അവർക്ക് നൽകിയിരുന്നു. തിരികെ തറവാട്ടിലെത്തിയപ്പോൾ ആര്യൻ ഈ വിവരം എല്ലാവരെയും അറിയിച്ചു. ഷെറിൻ അവിശ്വസനീയതയോടെ ആര്യനെ നോക്കി. സാറേ, എനിക്കിതൊന്നും വേണ്ട. എനിക്ക് സാറിന്റെ സ്നേഹം മാത്രം മതി. ഷെറിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതല്ല ഷെറിൻ, വിഷ്ണുവിന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ ഇത് സ്വീകരിക്കണം. അവൻ മീരയോട് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമാണിത്. ആര്യൻ അവളെ ആശ്വസിപ്പിച്ചു. അഞ്ജലി, റിയയും താരയും ഷെറിനെ കെട്ടിപ്പിടിച്ചു. എടി, നീ ഇനി ഒരു വെറും പെണ്ണല്ല, വലിയൊരു ബിസിനസ് ഉടമ കൂടിയാണ്, റിയ തമാശ രൂപേണ പറഞ്ഞു. അഞ്ജലി ആര്യന്റെ അടുത്തേക്ക് വന്നു. സർ, ഷെറിൻ ഇപ്പോൾ ആസ്തിയൊക്കെയായി. ഇനി സാറിനെ അവൾ ഭരിക്കുമെന്ന് ഉറപ്പാണ്. ഹാളിൽ പൊട്ടിച്ചിരികൾ ഉയർന്നു. ഋഷി താരയെ നോക്കിയൊന്ന് ചിരിച്ചു. താരയുടെ പേരിലുള്ള സ്ഥലത്ത് അവർക്ക് അവരുടെ സ്വപ്ന വീട് പണിയാമെന്ന് ഋഷി മനസ്സിൽ ഉറപ്പിച്ചു. വിവാഹത്തിന് ഇനി 7 ദിവസം കൂടി മാത്രം. അടുത്ത ദിവസം മെഹന്തി ചടങ്ങാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അഞ്ജലിയും റിയയുമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഷെറിൻ, നിന്റെ കൈകളിൽ ആര്യൻ സാറിന്റെ പേര് ഞങ്ങൾ മനോഹരമായി എഴുതും, അഞ്ജലി ആവശ്യത്തോടെ പറഞ്ഞു. രാത്രിയിൽ ആര്യൻ ഷെറിനെ തറവാട്ടിന്റെ ബാൽക്കണിയിലേക്ക് വിളിച്ചു. ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുമ്പോൾ ആര്യൻ അവളുടെ കൈകൾ കോർത്തു പിടിച്ചു. ഷെറിൻ, വിഷ്ണു പോയത് നമുക്കൊരു വലിയ പാഠം നൽകിയിട്ടാണ്. പ്രതികാരത്തെക്കാൾ വലിയതാണ് ക്ഷമയെന്ന് അവൻ നമുക്ക് കാട്ടിത്തന്നു. ഷെറിൻ ആര്യന്റെ തോളിലേക്ക് തല ചായ്ച്ചു. ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ സാറേ. ഞാനത് ഉറപ്പിച്ചു കഴിഞ്ഞു. നിലാവിന്റെ വെളിച്ചത്തിൽ ആ 2 ഹൃദയങ്ങൾ ഒന്നായി ചേർന്നു. പകയുടെ കഥകൾ പൂർണ്ണമായും അവസാനിച്ചു. ഇനി അവിടെ പ്രണയത്തിന്റെ മാത്രം അധ്യായങ്ങളാണ്. തറവാടിന്റെ നടുത്തളത്തിൽ സംഗീതം ഉച്ചത്തിൽ ഒഴുകുന്നുണ്ടായിരുന്നു. മഞ്ഞയും പച്ചയും കലർന്ന വസ്ത്രങ്ങൾ ധരിച്ച് അഞ്ജലിയും റിയയും താരയും നൃത്തം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഷെറിൻ ഒരു മഞ്ഞ പട്ടു പാവാടിയും ബ്ലൗസും ധരിച്ച് മുടിയിൽ മുല്ലപ്പൂവ് ചൂടി ഹാളിന്റെ നടുവിലിരുന്നു. എടി റിയ, മൈലാഞ്ചി റെഡിയല്ലേ? അഞ്ജലി ആവശ്യത്തോട് ചോദിച്ചു. പിന്നല്ലാതെ. ഷെറിൻ കൈകളിൽ നിന്ന് ആര്യൻ സാറിന്റെ പേര് അത്ര മനോഹരമായി വിരിയണം. അത് കാണുമ്പോൾ സാറിന്റെ ബോധം പോകണം. റിയ ചിരിച്ചുകൊണ്ട് ഷെറിന്റെ കൈകളിൽ പിടിച്ചു. ഷെറിന്റെ ഇരു കൈകളിലും മൈലാഞ്ചി കൊണ്ട് അതിമനോഹരമായ ഡിസൈനുകൾ അവർ വരച്ചു തുടങ്ങി. ഒരു കൈയിൽ ആര്യന്റെ രൂപവും മറുകൈയിൽ ഷെറിന്റെ രൂപവും. വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചതുപോലെ ആര്യൻ എന്ന പേരും അവർ എഴുതി ചേർത്തു. അപ്പുറത്ത് ആര്യനും ഋഷിയും ഈ കാഴ്ചകൾ നോക്കി നിൽക്കുകയായിരുന്നു. എന്താടാ ആര്യൻ? നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെന്ന് അവളുടെ അടുത്തിരിക്ക്. ഋഷി അവനെ തള്ളി മുന്നോട്ട് വിട്ടു. ആര്യൻ പതുക്കെ ഷെറിന്റെ അടുത്തേക്ക് വന്നു. മൈലാഞ്ചി മണം മുറിയിൽ പടർന്നു നിൽക്കുന്നു. ഷെറിൻ നാണത്തോടെ തല താഴ്ത്തി. സാറേ, നോക്കി, ഇതിൽ സാറിന്റെ പേരെവിടെയാണെന്ന് കണ്ടുപിടിക്കാമോ? അഞ്ജലി വെല്ലുവിളിച്ചു. ആര്യൻ അവളുടെ കൈകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. സങ്കീർണമായ ആ ഡിസൈനുകൾക്കിടയിൽ തന്റെ പേര് തിരയുമ്പോൾ ഷെറിന്റെ ഹൃദയമിടിപ്പ് അവൻ തൊട്ടറിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൻ ആ പേര് കണ്ടെത്തി. ഇവിടെ. ആര്യൻ അവളുടെ വിരലിൽ പതുക്കെ തൊട്ടു.
ഷെറിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കൊള്ളാം, സർ പാസ്സായിരിക്കുന്നു. റിയ കൈയടിച്ചു. ഇനി സാറിന്റെ കയ്യിൽ ഒരു ചെറിയ എസ്സെങ്കിലും ഞങ്ങൾ വരയ്ക്കും. ആര്യൻ ആദ്യം മടിച്ചെങ്കിലും ഷെറിന്റെ ആഗ്രഹം കണ്ടപ്പോൾ അവൻ സമ്മതിച്ചു. അഞ്ജലി ആര്യന്റെ ഉള്ളംകൈയിൽ എസ് എന്ന് മനോഹരമായി എഴുതി. പെട്ടെന്ന് ഋഷി ഒരു പാട്ട് വെച്ചു. അഞ്ജലിയും റിയയും താരയും ചേർന്ന് ഷെറിന്റെ നടുവിൽ നിർത്തി ചുവട് വെച്ചു. ആര്യനും ഋഷിയും അവർക്കൊപ്പം ചേർന്നതോടെ ആ രാത്രി ആനന്ദക്കടലായി മാറി. ആഘോഷങ്ങൾക്കിടയിൽ ഷെറിൻ ആര്യനോട് പതുക്കെ ചോദിച്ചു, സാറേ, വിഷ്ണു തന്ന ആ സ്വത്തുക്കൾ നമുക്കൊരു ചാരിറ്റിക്ക് നൽകിയാലോ? അങ്ങനെയെങ്കിൽ മേരിയുടെ ആത്മാവിന് കൂടുതൽ സന്തോഷം കിട്ടില്ലേ? ആര്യൻ അത്ഭുതത്തോടെ അവളെ നോക്കി. തന്റെ വരാനിരിക്കുന്ന പത്നി എത്ര വലിയ മനസ്സുള്ളവളാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ഷെറിൻ, മീരയുടെ പേരിൽ നമുക്കൊരു അനാഥാലയം തുടങ്ങാം. ആ രാത്രിയിൽ എല്ലാവരും സന്തോഷത്തോടെ ഉറങ്ങാൻ പോയി. പക്ഷെ പുലർച്ചെ ആരോ തറവാടിന്റെ വാതിലിൽ ശക്തിയായി മുട്ടി. ആര്യൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവിടെ നിൽക്കുന്നത് പോലീസായിരുന്നു. ആര്യൻ, പ്രൊഫസറെ, ഒരു അടിയന്തര സാഹചര്യമുണ്ട്. വിഷ്ണുവിന്റെ കേസിൽ ചില പുതിയ തെളിവുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വരണം. എന്താ ഇൻസ്പെക്ടർ, വിഷ്ണു മരിച്ചതല്ലേ, ഇനി എന്ത് തെളിവാണ് വരാനുള്ളത്? ആര്യൻ ശാന്തനായി ചോദിച്ചു. പ്രൊഫസറെ, വിഷ്ണുവിന്റെ മരണത്തിനു മുമ്പ് അവൻ കൊടുത്ത മൊഴിയിൽ ഒരു കാര്യം വിട്ടുപോയിരുന്നു. മീരയുടെ മരണസമയത്ത് അവിടെ മറ്റൊരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു CCTV ദൃശ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആര്യൻ ഋഷിയെ നോക്കി. രണ്ടുപേരും പോലീസിനൊപ്പം സ്റ്റേഷനിലേക്ക് തിരിച്ചു. ഷെറിനെ ആശ്വസിപ്പിക്കാൻ അഞ്ജലിയും റിയയും കൂടെ നിന്നു. സ്റ്റേഷനിലെത്തിയ ആര്യന്റെ മുന്നിൽ പോലീസ് ആ വീഡിയോ പ്ലേ ചെയ്തു. ക്വാറിയുടെ മുകൾ ഭാഗത്ത് മീര നിൽക്കുമ്പോൾ വിഷ്ണുവിനും മീരയ്ക്കുമൊപ്പം കറുത്ത റെയിൻകോട്ട് ധരിച്ച ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. മീര താഴേക്ക് വീണ നിമിഷം ആ വ്യക്തി അവിടെ നിന്ന് ഓടിപ്പോകുന്നത് വ്യക്തമായിരുന്നു. ആരാണിത്? ഋഷി അത്ഭുതപ്പെട്ടു. വീഡിയോ സൂം ചെയ്തപ്പോൾ ആ വ്യക്തിയുടെ കഴുത്തിൽ ഒരു പ്രത്യേക അടയാളം ആര്യൻ ശ്രദ്ധിച്ചു. അവന്റെ കണ്ണുകൾ ചുവന്നു. അത് വിഷ്ണുവിന്റെ ഗുണ്ടകളിൽ ഒരാളായിരുന്നില്ല. അത് ആര്യന്റെ പഴയ ശത്രുവായ ഡേവിഡ് ആയിരുന്നു. പണ്ട് കോളേജ് കാലത്ത് ആര്യൻ തല്ലി പുറത്താക്കിയ ഡേവിഡ്. ഇവൻ വിഷ്ണുവിനെ കരുവാക്കുകയായിരുന്നു, ഇൻസ്പെക്ടർ. ആര്യൻ പറഞ്ഞു. വിഷ്ണുവിന് മീരയെ കൊല്ലാൻ താല്പര്യമില്ലായിരുന്നു. വിഷ്ണുവും ഞാനും തമ്മിലുള്ള ശത്രുത മുതലെടുത്ത് ഡേവിഡാണ് മീരയെ തള്ളിയിട്ടത്. ആ കുറ്റം വിഷ്ണുവിന്റെ മേൽ വരുത്തി തീർത്തു. പോലീസ് ഉടൻ തന്നെ ഡേവിഡിനായുള്ള തിരച്ചിൽ തുടങ്ങി. ആര്യനും ഋഷിയും തിരികെ തറവാട്ടിലെത്തി. ഈ സത്യം കേട്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. മീരയുടെ മരണം ഒരു ആത്മഹത്യയോ വിഷ്ണു ചെയ്ത കൊലപാതകമോ ആയിരുന്നില്ല, മറിച്ച് ഒരു മൂന്നാമന്റെ ക്രൂരതയായിരുന്നു. ഇപ്പൊ എല്ലാം തെളിഞ്ഞു. ആര്യൻ സാറേ, ഷെറിൻ ആര്യന്റെ തോളിൽ തലചായ്ച്ചു. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു നേലും ഉണ്ടാവില്ല. പിറ്റേന്ന് രാവിലെ ഡേവിഡ് പിടിയിലായ വാർത്ത വന്നു. വിഷ്ണുവിന്റെ ആത്മാവിനോടും മീരയോടും താൻ ചെയ്ത നീതികേടിന് ആര്യൻ മനസ്സാ പ്രായശ്ചിത്തം ചെയ്തു. ഇനി വിവാഹത്തിന് വെറും 5 ദിവസങ്ങൾ മാത്രം. തറവാട്ടിൽ കല്യാണപ്പന്തൽ ഉയരാൻ തുടങ്ങി. അഞ്ജലിയും റിയയും വീണ്ടും ഫോമിലായി. എടി ഷെറിൻ, ഇനി നമുക്ക് ആഘോഷിക്കാം. എല്ലാ വില്ലന്മാരും ജയിലിലായി. ഇനി നമ്മുടെ സാറും നീയും മാത്രം. അഞ്ജലി ഉറക്കെ വിളിച്ചു പറഞ്ഞു. താരയും ഋഷിയും ചേർന്ന് സദ്യയുടെ വട്ടങ്ങൾ നോക്കാൻ തുടങ്ങി. ആര്യൻ ഷെറിനെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ പഴയ പ്രതികാരത്തിന്റെ കനലുകൾ ഇല്ലായിരുന്നു. പകരം സ്നേഹത്തിന്റെ വറ്റാത്ത കടൽ മാത്രമായിരുന്നു. എടി റിയ, നമ്മുടെ ആ സർപ്രൈസ് ഡാൻസ് മറന്നില്ലല്ലോ? അഞ്ജലി മുറ്റത്ത് വെച്ച് റിയയെ ഓർമ്മിപ്പിച്ചു. പിന്നല്ലാതെ, ആര്യൻ സാറിനെ നമ്മളിന്ന് ശരിക്കും ഞെട്ടിക്കും. റിയ കണ്ണിറുക്കി. പന്തലിനുള്ളിലിരുന്നു എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. അവളുടെ കൈകളിലെ മൈലാഞ്ചിപ്പോൾ നല്ല ചുവപ്പായി മാറിയിരിക്കുന്നു. ആര്യൻ ഋഷിയോടൊപ്പം പന്തലിലെ പണികൾ നോക്കുകയായിരുന്നു. ആര്യൻ, നോക്കടാ, അഞ്ജലി റിയയും എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഋഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ഉച്ചഭാഷിണിയിൽ ഒരു തകർപ്പൻ നാടൻ പാട്ട് മുഴങ്ങി. അഞ്ജലിയും റിയയും താരയും കൂടി പന്തലിന്റെ നടുവിലേക്ക് ചാടി വീണു. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ ഗംഭീരമായി ചുവടുവെക്കാൻ തുടങ്ങി. ഷെറിൻ കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു. പാട്ടിന്റെ താളം മുറുകിയപ്പോൾ അഞ്ജലി ഓടിച്ചെന്ന് ആര്യന്റെ കൈ പിടിച്ചു വലിച്ചു. സർ, ഇന്ന് സാറ് ഡാൻസ് കളിക്കാതെ ഞങ്ങൾ വിടില്ല. ആര്യൻ ആദ്യം മടിച്ചെങ്കിലും ഋഷി അവനെ പിന്നിൽ നിന്ന് തള്ളി. ആര്യൻ പതുക്കെ താളത്തിനൊത്ത് ചുവടുകൾ വെക്കാൻ തുടങ്ങിയപ്പോൾ സദസ്സിൽ ആർപ്പുവിളികൾ ഉയർന്നു. ഷെറിൻ ആര്യന്റെ ഈ മാറ്റം കണ്ട് അതിശയിച്ചു പോയി. ആ പഴയ ഗൗരവക്കാരനായ പ്രൊഫസർ അല്ല ഇപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നത്. ഡാൻസ് കഴിഞ്ഞ എല്ലാവരും കിതച്ചുകൊണ്ടിരുന്നു. ആര്യൻ ഷെറിന്റെ അടുത്ത് ചെന്നിരുന്നു. സർ നന്നായി കളിച്ചു കേട്ടോ, ഷെറിൻ പതുക്കെ മന്ത്രിച്ചു. എല്ലാം നിന്റെ ഈ കൂട്ടുകാരികളുടെ നിർബന്ധമല്ലേ ഷെറിൻ? ആര്യൻ അവളുടെ കൈകളിൽ പതുക്കെ അമർത്തി. അന്നത്തെ രാത്രി സദ്യയുടെ വട്ടങ്ങൾ തുടങ്ങുകയായിരുന്നു. ഋഷിയുടെ അച്ഛൻ ശേഖരൻ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചു. നാളെ നമുക്ക് ഷെറിന്റെയും താരയുടെയും ഡ്രസ് എടുക്കാൻ പോകണം. അഞ്ജലിയും റിയയും കൂടെ വരണം, ശേഖരൻ പറഞ്ഞു. തീർച്ചയായും അങ്കിൾ, ഷെറിന് ഏറ്റവും നല്ല കാഞ്ചീപുരം സാരി തന്നെ വേണം, റിയ പറഞ്ഞു. രാത്രിയിൽ എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ ആര്യൻ തറവാടിന്റെ മട്ടുപ്പാവിലേക്ക് പോയി. നിലാവെളിച്ചത്തിൽ തന്റെ വീട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് അവൻ നോക്കി നിന്നു. ഈ വീട് ഒരിക്കൽ പകയുടെയും സങ്കടത്തിന്റെയും ഇടമായിരുന്നു. ഇന്നിവിടെ സന്തോഷം മാത്രം. പെട്ടെന്ന് ഷെറിൻ അങ്ങോട്ട് വന്നു. സാറേ, എന്താ ഉറങ്ങുന്നില്ലേ? ഇല്ല ഷെറിൻ, ഈ സന്തോഷം സത്യമാണെന്ന് ഞാൻ സ്വയം ചോദിക്കുകയായിരുന്നു. ഷെറിൻ അവന്റെ തോളിലേക്ക് തല ചായ്ച്ചു. ഇത് സത്യമാണ് സാറേ. നമ്മുടെ ജീവിതത്തിലെ കറുത്ത രാത്രികൾ കഴിഞ്ഞു. ഇനി പ്രകാശമുള്ള നാളുകളാണ്. അവർ ദൂരേക്ക് നോക്കി നിന്നു. പക്ഷെ
പന്തലിന്റെ ഒരു മൂലയിൽ ഒരു അജ്ഞാത രൂപം അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡേവിഡ് പിടിയിലായെങ്കിലും അവന് പുറത്ത് ആരെങ്കിലും സഹായികൾ ഉണ്ടായിരുന്നു. ആ നിഴൽ ആരുടേതാണ്?